ഹായ്, ദിലീഷ് അഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ പഞ്ചായത്തിന് കിട്ടിയ വഴുതനങ്ങ കൃഷിയെ പറ്റി ഒരു വിശേഷം അറിയിക്കാനാണ്. ഞങ്ങളെ വഴുതന കൃഷി കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് നിൽക്കുന്നത്. ഒന്ന് വെയിലും ഉള്ളിടത്തും, ഒന്ന് വെയിലില്ലാത്തടത്തും. അപ്പോൾ പച്ചക്കറി കൃഷിക്ക് ഉണ്ടാക്കാൻ വെച്ചാൽ നല്ല വെയിലുള്ളിടത്ത് ഉണ്ടാക്കാൻ വെച്ചാൽ നമുക്ക് നല്ല വിളവ് കിട്ടും. അതിന് ഉദാഹരണമാണ് ഈ തൈ. ഇത് കണ്ടത് ഇതൊക്കെ ഒരേ ദിവസം ഒരേ പ്രായത്തിൽ വെച്ചതാണ്. ഇത് കണ്ട അവിടെ ഭയങ്കര വെയിൽ. ആ വെയിലുള്ളിടത്ത് നോക്കിയാൽ അതിൻ്റെ വലിപ്പം ഇത് നോക്കിയാണ് നല്ല അടിപൊളിയായിട്ട് വരില്ല. അത് നീല ടൈപ്പ് ഇതാണെന്നാണ് തോന്നുന്നത്. എൻ്റെ ഇത് കണ്ടിട്ട് 3 ടൈപ്പ് ഉണ്ട് ഇതിൽ. പിന്നെ കവറിൽ വെച്ച വഴുതനങ്ങ ഉണ്ട്. കവറിൽ വെച്ച വഴുതനങ്ങ ഇതൊക്കെയാണ്. കവറിൽ വെച്ച വഴുതനങ്ങ ഞങ്ങൾ പൂവിട്ട് തുടങ്ങിയത്. ഇതൊക്കെ പഞ്ചായത്തിൻ്റെ കൃഷിഭവൻ ഡിപ്പാർട്ട്മെൻ്റ് എന്ന വിത്തുകളാണ്. പിന്നെ ഇതാ മുളകുണ്ട്. മുളക് വേറെ ടീമിന് വേറെ പണിതിൻ്റെ എന്ന് വെച്ചാൽ മറ്റേ എന്താണ് വേറെ ടൈപ്പ് മുളകാണ്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പറയണല്ലോ ഒന്ന് പറഞ്ഞു തരാം. പിന്നെ ഞങ്ങൾ കൃഷി ഉണ്ടാക്കുന്നിടത്ത് ഞങ്ങൾ അധിക സമയത്ത് ഞങ്ങളൊരു കാട്ടുതുളസീൻ്റെ തൈ ഞങ്ങൾ വെക്കലുണ്ട്. അതെന്താ വെച്ചാൽ ഇതുമ്മലൊക്കെ ഒരുവിധം കൃമികളൊക്കെ അതുമ്പോൾ പോകും. ഇതിൻ്റെ സ്മെല്ലും കാരണം ഒരു നല്ല സ്മെല്ലാണ്. എന്നാലും അതിനൊക്കെ ഞങ്ങൾക്ക് പ്രതിരോധശേഷി ആ മീലി മുട്ട കണ്ട ചിത്രകീടമൊന്നും ഇതുമേലില്ലല്ലോ. ഇതുമേലൊന്നും ഞങ്ങൾക്ക് ചിത്രകീടം വന്നിട്ടില്ല. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇവിടെ മുളകുണ്ട്, അവിടെയൊക്കെ 10-30 തൈ ഇതുണ്ട് കണ്ട. ഇത് വെയിലുള്ളിടത്തുണ്ടായത് കണ്ട. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ തൈകളാണ് ഈ തൈകൾ. ഇത് എന്താണ് കോളിഫ്ലവർ. ഇത് 2 കോളിഫ്ലവറും 2 കേബേജും 10 തൈ വെച്ചു. ആകപ്പാടെ തയ്യേ കിട്ടി. പക്ഷേ എല്ലായിടത്തും കോളിഫ്ലവർ വിളവെടുത്ത് കഴിഞ്ഞ് കിട്ടാം. ഞങ്ങളോടത് ആയിട്ടില്ല. എന്താ നേരം വൈകിയതാണോ കാലാവസ്ഥേൻ്റെ വ്യത്യാസമാണോ എന്താണെന്ന് അറിയില്ല. ഇത് നല്ല തണുപ്പാണ് വേണ്ടത്. ഇത് ഫുൾ ഓർഗാനിക് വളമാണ് ഇതിലിട്ടിട്ടുള്ളത്. മണ്ണിര കമ്പോസ്റ്റ് മാത്രമാണ് ഇതിലിട്ടിട്ടുള്ളത്. എന്നാലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് നിൽക്കുന്നത്. ചില ഭാഗത്തൊക്കെ ഇത് വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല വരവാണ് വരുന്നത്. ഇതിങ്ങനെ കൂടി വരണമല്ലോ, കൂടി ഇങ്ങനെ വരിക ചെയ്യാൻ. അപ്പോൾ അത് നല്ല ഉഷാറായിട്ട് വരണ്ട്. പക്ഷെ അത് ഏത് കാലത്ത് നമുക്കിത് പൂവാവുക എന്നുള്ളതൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതിനെപ്പറ്റി ഏത് സമയത്താണ് ഇത് നമുക്ക് വിളവെടുക്കുക, ഏത് സമയത്ത് അത് നമുക്ക് കിട്ടുക എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് അറിയണ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. നമുക്ക് ഇതിനെപ്പറ്റി അറിയാത്തതിനോണ്ടാണ്. അറിയണ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ നന്നേനി. ഇവിടെ മുളകുണ്ട്, കുറച്ച് മുളകും തൈയുണ്ട്. ഒരു 5 മരട് മുളകുണ്ട്. പിന്നെ കുറച്ചൊരു 10-12 തടം വഴുതനങ്ങയുണ്ട്. ഇത് ഞാൻ അപ്പോൾ നല്ല വെയിലത്തെ എടുത്തുവെച്ചാണ്. ഇത് വരവ് കണ്ടിട്ട് നല്ല കായ്ക്കുന്നുള്ള പ്രതീക്ഷയാണ്. ഇംഗ്ലീഷ് വെള്ളമൊന്നും ഇതിന് ഇട്ടിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ നല്ലൊരു കർമ്മോസ് തൈ ഞങ്ങൾക്ക് വെയിലില്ലാത്തവിടുത്തൊരു കർമ്മോസ് തൈ വെച്ചിട്ട് ഇങ്ങനെ ഇപ്പം ചെറുതേനി ഇതിൻ്റെ തൊണലക്കായി. ഇപ്പോൾ വെയിലത്തേക്ക് വെച്ചപ്പോഴാണ് ഈ കർമ്മോസ് തൈ നല്ല ഉഷാറാണിത്. അതിൻ്റെ അവിടെ റംബൂട്ടാനുണ്ട്. പിന്നെ വേറെ മുളകുണ്ട്, കരിവേപ്പിലുണ്ട്. കരിവേപ്പിലൊക്കെ ഇപ്പോൾ നനയ്ക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ഉഷാറായിട്ട് കരിവേപ്പിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കോളിഫ്ലവർ, കേബേജ് ഏത് ടൈമിലാണ് വിളവെടുക്കുക, ഏത് ടൈമിലാണ് കായ്ക്കുക എന്നുള്ളത് പറയണ പോലെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഏത് സമയത്താണ് ഉണ്ടാകുന്നത് വലിയൊരു ഉപകാരം എനിക്ക്. കാരണം എന്നാൽ ഇപ്പോൾ അടുത്ത കൊല്ലം ഞാൻ ആദ്യമായിട്ടാണ് ഈ കൃഷി ഉണ്ടാക്കുന്നത്. എന്നാൽ അടുത്ത കൊല്ലം നമുക്ക് അതിനെപ്പറ്റി ആ ടൈമിൽ നമുക്ക് ഇതുണ്ടാക്കാം. ഒന്നേരം തൈകളൊക്കെ ഇവിടെ നേരം വൈകിട്ട് ഞങ്ങൾക്ക് എത്തണത്. അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് ഇതിൽ ഞങ്ങൾക്ക് ഈ കുളത്തിൽ ഞങ്ങൾക്ക് ഗപ്പീസുള്ളത് കണ്ടോ. അതിൽ വെള്ള മീൻ, വേറെ ടൈപ്പ് മീനാണ്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ ഗപ്പീസ് തീർന്നപ്പോൾ വെള്ള മീനുകളെ കുറേ ഇട്ടെടുത്താണ്. നല്ല കുട്ടികളാണ് മീനുകളാണ്. പക്ഷേ അതിൽ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ചാക്കിലൊരു നമ്മളെ ചക്കരക്കിഴങ്ങ് ഉണ്ടാക്കി. ആ ചക്കരക്കിഴങ്ങ് എന്ന് വെച്ചാൽ വള്ളി വെള്ളത്തിൽ വീണപ്പം വേര് വരുന്നുണ്ടോ കണ്ടോ. വേര് വരുന്നുണ്ടോ. വെള്ളത്തിൽ കിടക്കണോടത്ത് വേരിങ്ങനെ വരികയാണ്. അപ്പോൾ അതും ഇതിനൊരു ഗുണമാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. 3 മാസമാണ് 90 ഏകദേശം ദിവസമായി തുടങ്ങിയത്. അപ്പോൾ അതൊന്ന് പറിക്കണം. പിന്നെ ഇതിന് ഗപ്പീസാണ്. ഗപ്പീസിൻ്റെ 5-6 ടാങ്ക് ഉണ്ട്. ഇതിലൊക്കെ ഞങ്ങൾ നല്ല വിളവെടുത്ത് വിറ്റതാണ് ഗപ്പീസിൽ. പിന്നെ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാന കാരണമൊക്കെ അത് ചിലതൊക്കെ മീൻ ചത്തുപോകുന്നുണ്ട്. 2 മീൻകുട്ടികളിട്ടാണ് ഇപ്പോൾ ഒരു 10-15 മീൻകുട്ടികളായി. കൂടുതൽ കൃഷി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.